കോൺഗ്രസ് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്താണെന്ന കാര്യം ഇന്ത്യയിൽ അറിയാത്തതായി ആരുമില്ല. കാലങ്ങളായി തലമുറകൾ കൈമാറി വരുന്ന ഈ സ്വത്തിന് രാഹുൽ ഗാന്ധിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പുതിയൊരു ഉത്തരം വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അത് മറ്റാരുമല്ല, നമ്മുടെ പിങ്കി മോളുടെ സ്വന്തം ചേട്ടായി ആയ റോബർട്ട് വാദ്ര തന്നെയാണ്. അണ്ണൻ കഴിഞ്ഞ ദിവസം തന്റെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞു വന്നിരുന്ന രാഷ്ട്രീയ മോഹം പുറത്തേക്ക് ചൊരിഞ്ഞിരുന്നുവെങ്കിലും അത് ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നില്ല. ഇന്നിപ്പോൾ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വ്യവസായിയും കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വാദ്രയ്ക്ക് ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയതോടുകൂടി ഇനി അതിന് വൈകിക്കേണ്ട എന്നാണ് മുതിർന്ന നേതാക്കളുടെ തീരുമാനം. ഈ കേസിൽ ഏപ്രിൽ 8-ന് 56-കാരനായ വാദ്രയ്ക്ക് ആദ്യ സമൻസ് അയച്ചിരുന്നുവെങ്കിലും അദ്ദേഹം മൊഴി നൽകിയിരുന്നില്ല. ഒടുവിൽ സഹി കെട്ടപ്പോൾ നാണക്കേടിനേക്കാൾ നല്ലതാണ് ചോദ്യം ചെയ്യലിന് വിധേയമാവുമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ഇ ഡിയുടേത് കോൺഗ്രസിനെതിരെയുള്ള നടപടിയാണെന്ന് വിമർശിച്ച അദ്ദേഹം അണികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതിന് ശേഷമാണ് ഇ ഡി ഓഫീസിലേക്കുള്ള നടത്തം ആരംഭിച്ചത്. ഇ ഡിയുടെ നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്നും കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. ഇത് പഴയ കേസാണെന്നും 2008-ൽ നടന്ന സംഭവമാണെന്നും തന്നെ രാഷ്ട്രീയമായി കരുവാക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അണികളുമായി രാജകീയ പ്രൗഢിയിൽ ഇ ഡി ഓഫീസിലേക്ക് അദ്ദേഹം പോയെങ്കിലും തന്റെ വേലത്തരങ്ങളൊന്നും അവിടെ വിലപ്പോയില്ല എന്ന് വേണം പറയാൻ. ഇ ഡി ഓഫീസിന്റെ തൊട്ടു മുന്നിൽ വെച്ച് കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഡൽഹി പോലീസ് തടഞ്ഞ ശേഷം വാദ്രയെ മാത്രമായി അകത്തേക്ക് കയറ്റി വിടുകയായിരുന്നു. 2008 ഫെബ്രുവരിയിൽ വാദ്രയുടെ സ്ഥാപനമായ സ്കൈലറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഗുരുഗ്രാമിലെ ഷിക്കോപൂരിലുള്ള 3.5 ഏക്കർ ഭൂമിയുടെ ഒരു ഭാഗം ഓങ്കരേശ്വർ പ്രോപ്പർട്ടീസിൽ നിന്ന് 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് വാദ്ര കുടുങ്ങിയ കേസ്. റോബർട്ട് വാദ്രയും പ്രിയങ്ക ഗാന്ധി വാദ്രയും ഡൽഹി ആസ്ഥാനമായുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വഴി ഹരിയാനയിൽ നിരവധി ഏക്കർ ഭൂമി വാങ്ങിയെന്നും അദ്ദേഹം NRI വ്യവസായി സിനി തമ്പിക്ക് ഭൂമി വിറ്റുവെന്നും ഇ ഡി 2023-ൽ അവകാശപ്പെട്ടിരുന്നു. 2020 ജനുവരിയിൽ അറസ്റ്റിലായ തമ്പി വാദ്രയെ 10 വർഷത്തിലേറെയായി അറിയാമെന്നും സോണിയാഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആയ മാധവനാണ് തന്നെ പരിചയപ്പെടുത്തിയതെന്നും വാദ്രയുടെ UAE സന്ദർശന വേളയിലും ഡൽഹിയിലും അവർ പലതവണ കണ്ടുമുട്ടിയെന്നും ഇ ഡിയോട് പറഞ്ഞിരുന്നു. 2005 മുതൽ 2008 വരെ ഹരിയാനയിലെ ഹരിദാബാദിലെ അമിപൂർ ഗ്രാമത്തിൽ NCR ആസ്ഥാനമായുള്ള ഏജന്റ് HL പഹുവ വഴി തമ്പി 486 ഏക്കർ ഭൂമി വാങ്ങിയതായി ഏജൻസി അവകാശപ്പെടുന്നു. അതേസമയം തന്റെ രാഷ്ട്രീയ മോഹം തുറന്നു പറഞ്ഞ് വാദ്ര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്ര തന്റെ രാഷ്ട്രീയ മോഹം പല അവസരങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് പിന്നാലെ ശരിയായ സമയത്ത് താൻ പാർലമെന്റിൽ എത്തുമെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ് മത്സരിക്കാനുള്ള താല്പര്യം വാദ്ര പ്രകടിപ്പിച്ചത്. താൻ അമേഠിയിൽ മത്സരിക്കണമെന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ടെന്ന് വാദ്ര അന്ന് അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് അംഗീകരിച്ചാൽ കുടുംബത്തിന്റെ അനുഗ്രഹത്തോടു കൂടി താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നുവെന്നാണ് റോബർട്ട് വാദ്ര പറഞ്ഞത്. ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം കാരണം വർഷങ്ങളായി തന്നെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇനിയിപ്പോൾ ഈ കേസൊക്കെ ഒന്ന് കഴിയട്ടെ കാരണവരെ, എന്നിട്ടാവാം രാഷ്ട്രീയവും കസേരയുമെല്ലാം. അല്ലെങ്കിൽ തന്നെ അഴിമതി കേസിൽ അകത്താവുന്നതോടുകൂടി കോൺഗ്രസിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ പാസ്സായല്ലോ.